പ്രിയപ്പെട്ടവർക്ക് നമ്മൾ നൽകുന്ന സർപ്രൈസുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് സമ്മാനങ്ങളുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും പണികളുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും. അത്തരത്തിൽ ഫൺ ഫാൽമയുടെ ഫൺ റൈഡ് ഇന്ന് നമ്മളുള്ളത് കൊച്ചിൻ പള്ളുരുത്തിയിലാണ്. സോ ഇന്ന് നമ്മൾ വിളിച്ചുള്ളത് നാനിയാണ്. അപ്പോൾ നാനി ആർക്കാണ് പണി കൊടുക്കുന്നത്, ആ പണിക്കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് നോക്കിയാലോ, പോവാം. വന്നത് സനൂപിയുടെ നാനീനെ കാണാനാണ്. പക്ഷെ എൻ്റെ കണ്ണുടക്കിയത് വേറെ ആളിലാണ് അല്ലേ. ഇവിടെ ഒരു കുഞ്ഞ് നാനി കിടപ്പുണ്ട്. ഹായ്, എന്താ പേരെന്താ? മോളല്ലേ? മോള് പേര് എൽമിയ ഹാനി. ഹാനി ഉണ്ട്. അപ്പൊ ഒരു ഹാനി നാനി അല്ലേ ടച്ച് വന്നിട്ടുണ്ട്. ഹലോ, എന്തുണ്ട് വിശേഷം? മൈക്ക് ഇല്ലാത്തോണ്ടാട്ടോ അധികം സംസാരിക്കാത്ത. യെസ്, സോ ഹായ് നാനി ബ്രോ, എന്താണ് വിശേഷം? സുഖമായിരിക്കണം. എന്താ ചെയ്യുന്നത്? ഞാൻ കോച്ചാണ്, ജിമ്മിലെ കോച്ചാണ്. ട്രെയിനറാണ്. അടിപൊളി. അപ്പോ ഫുൾ ടൈം ആണോ അതിൽ? ഈവനിങ് ടൈമില് ആണ്. ഓക്കെ. ഡേ ടൈമിൽ ഇന്റീരിയറിന്റെ വർക്കിന് പോകും. ഇന്റീരിയർ പരിപാടി ഉണ്ട്. ഓക്കെ. അപ്പൊ ചെയ്യാത്ത പരിപാടികളൊന്നും ഇല്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല, അതെല്ലാം ചെയ്യും. സനൂപിയോ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ MSc കഴിഞ്ഞു. ഇപ്പൊ MSc കഴിഞ്ഞിട്ട് മെയിൻ ജോബ് കിട്ടി. പക്ഷെ വീട്ടിൽ തന്നെയാണ് അല്ലേ? ഇനിയൊരു വർഷത്തേക്ക് വേറെ നോക്കണ്ട, ലോക്കാണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ ആരൊക്കെ ഉണ്ട് ശരിക്കും? ഇവിടെ ഉമ്മയും വാപ്പയും ഞങ്ങളും 3 പേരും കൂടി അല്ലേ? ശരിക്കും കല്യാണം കഴിഞ്ഞപ്പോ ഒരു കുറെ നാളായോ? ഇപ്പൊ ഒരു 4 വർഷമായി. 4 വർഷമായിട്ടുണ്ട്. 4 വർഷത്തിന് ശേഷമാണ് എത്തുന്ന ആള് അല്ലേ? എന്ത് ചേഞ്ച് ഫീൽ ചെയ്യണേ പുതിയൊരാള് വന്നപ്പോ? പ്രത്യേകിച്ച് എന്താ വിളിക്കാൻ ആഗ്രഹം? പാപ്പി, ഉമ്മി, എന്താ വിളിക്കാൻ ആഗ്രഹം? പപ്പ മമ്മ. ഓക്കെ. സോ പപ്പയും മമ്മയായിട്ടുള്ള ട്രാക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഉറങ്ങാൻ പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ. അത് സനൂപിക്ക് മാത്രമുള്ള പ്രശ്നമാണോ? അത് അവിടെ എന്തായാലും സനൂപി നോക്കിക്കോളും, ഞാൻ സമയത്തിന് കിടന്ന് ഉറങ്ങുന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? ഇടയ്ക്കൊക്കെ സൗണ്ട് ഒക്കെ ഇരിക്കും. എന്നിട്ട് പിന്നെ അറിയുമോ? പിന്നെ ഉറക്കൂല. അല്ല. ഞാനീ പൊതുവേ നമ്മൾ പറയുന്നുണ്ട് കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് കിട്ടിയ പോലെയാണെന്നുള്ളത്. കല്യാണം കഴിഞ്ഞ കാലത്ത് പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ കണ്ണ് കിട്ടുന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനത്തെ ഇതായിട്ട് എനിക്ക് തോന്നിട്ടില്ല. കാരണം നമ്മളെല്ലാം ഇടപെടാറില്ല, അതുകൊണ്ട് നമ്മള് അറിയാറില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല. പക്ഷെ രാത്രിയൊക്കെ കരയാൻ നേരത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എണീപ്പിച്ച് ഇത് അമ്മ തന്നെ വിചാരിക്കണമല്ലോ അതിനെ ഫീഡ് ചെയ്യാൻ എനിക്ക്. അപ്പൊ അത് കാരണം അതിനെ കൂടെ എണീച്ച് നിൽക്കും, അത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വിളിയും, പിന്നെ കുറച്ച് കിടന്നുറങ്ങിക്കോളും. നമ്മള് കൊച്ചില് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ പറഞ്ഞ കുറെ കാര്യമുണ്ടാവും. നമ്മൾ അന്ന് കേൾക്കാൻ കുറെ അല്ലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ വളരെ ചെറുപ്പത്തിലെ പപ്പയും ഉമ്മയും ആയവരാണ്. അപ്പൊ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താ ശരിക്കും? തിരിച്ചറിയെന്ന് വെച്ചാൽ എന്നാ അവര് പറഞ്ഞിട്ടുണ്ട്, നീക്ക് വലുതാകുമ്പോ പഠിച്ചോളൂ എന്ന് പറയുന്നത്. ഇപ്പൊ പഠിക്കുന്നുണ്ട്. അല്ല, ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ കളിച്ച് തിരിച്ച് ഓടിച്ചാടി നടക്കുന്ന ടൈമാണ്. അപ്പൊ അവര് പറയണത് നമ്മത് ഉൾക്കൊള്ളാൻ ടൈം അത് മനസ്സിലാവില്ല. ഈ ടൈം ആകുമ്പോഴത്തേക്കും കയ്യില് പ്രൊഡക്റ്റ് വന്നപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവിടെ അങ്ങോട്ട് നമ്മളല്ലേ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായോ? ഞാൻ എന്തിനാ വന്നേന്ന് അറിയോ? നല്ല ഉദ്ദേശത്തിലാണ്. ഏകദേശം ഒരു സൂചന ഉണ്ട്. സോ സനൂപേ പറയൂ, നാനിക്ക് എന്ത് പണി കൊടുക്കണേ ചോദിക്കുമ്പോൾ കുറെ പണികൾ ചെയ്യുന്ന ആളാണ്. എന്നാലും പറയും, എന്ത് പണി കൊടുക്കണം? നമുക്ക് ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും കൊടുക്കാം. അതെ. ഓക്കെ. പ്രോഡക്റ്റിനൊന്ന് റെഡിയാക്കിയാലോ? അതായത് ഉണ്ണീനെ നോക്കല് റെഡിയാക്കലാണ്, അങ്ങനെയാണോ? അതെ, ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് കണ്ണൊക്കെ എഴുതി. എപ്പോഴും ഞാനല്ലേ ചെയ്യുന്നത്, ഒരു ചേഞ്ചിന് ഉറക്കാറുണ്ട്. വേറെ നോക്ക ഫീഡ് ചെയ്യാൻ എന്തായാലും ഉമ്മിക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മള് ബാക്കിയുള്ള ഒരുക്ക കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? പറ, എന്തൊക്കെ ആഗ്രഹം അതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം. ഇന്നപ്പോ നമുക്കൊന്ന് കണ്ണൊക്കെ എഴുതി ഒരു കുത്തൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കാം. ഓൾറെഡി സുന്ദരിയാണ്, കുറച്ചുകൂടി നമുക്ക് സുന്ദരിയാക്കാം, നമുക്ക് ട്രഡീഷണൽ ആക്കാം. അതെ, അത് കൊള്ളാം. ഓക്കെ. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ദി ബെസ്റ്റ് അളിയാ. നമുക്കപ്പോ നോക്കിയാലോ? ഹലോ. അപ്പൊ മെല്ലെ ഉണ്ണീനെ കൈമാറിക്കോളൂ, ഹാനിമോളെ കൊടുത്തോളൂ. ഇനി ഹാനിയും നാനിയും തമ്മിലുള്ള യുദ്ധമാണ് ഇനി കാണാൻ പോകുന്നത്. യെസ്. അപ്പൊ നമ്മുടെ കുഞ്ഞു ഹാനി ഇവിടെ റെഡിയാണോ? കുഞ്ഞു ഹാനിയുടെ ഈ മൂഡ് മാറുന്നേക്കാളും മുമ്പ് നമുക്ക് റെഡി ആവണം. സോ ബ്രോ റെഡി അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ ദാ ബെഡിൽ വാശി പിടിക്കാതെ കിടത്തിക്കോളൂ. ഹലോ, ആരിവിടെ കിടക്കണേ?
ഹാനിമോളാണോ? ആണോ? ഇപ്പൊ വെറുതെ വന്നു നോക്കി ചിരിച്ചു പോണ ആളാണ് മാറ്റണല്ലേ ഹാനിമോളെ? അവളെ കാണിക്കാനായിട്ട് ഡെയിലി പിന്നെ ഞാൻ ആണല്ലേ? ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ എപ്പിസോഡ് വരുമ്പോ കണ്ടോളൂ. വിഷമുണ്ടോ? വിഷമായോ? ഇല്ലാട്ടാ. നോക്കി പിടിച്ച് കൈ പിടിച്ച്. ഇല്ലാട്ടാ. ഇല്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ. ഓ അതെ അല്ലേ? ഒന്ന് എടുക്കണോ? ഒന്ന് എടുത്തപ്പോ ഒന്ന് സെറ്റ് ആവും. ഇല്ല. 3 കുത്താണ് ഇന്നലെ കുത്തിയത്. ആരെ കുത്തിയേ? അതിനോട് ഇഞ്ചക്ഷൻ കുത്തിയേ? ആരെ കുത്തി? ആരെടുത്തുള്ളേ? ആനിമോൾ ആരെടുത്തുള്ളേ? പപ്പയാണോ? ഇല്ല. മമ്മനെ കാണാട്ടാണ് പല്ലില്ലാത്ത ചിരിച്ച്. പല്ല് വന്നു. നിങ്ങക്ക് പല്ല് വന്നാ? ആനിമോൾക്ക് പല്ല് വന്നോ? എന്താണ് പറയണത്? ഇല്ലാട്ടാ. ഒന്നുമില്ല, നമുക്ക് ഉപ്പിട്ടോ. ഉപ്പിട്ടിട്ട് നമുക്ക് ടാറ്റ പോകാം. വേണോ? വായു. യെസ്. അപ്പൊ എന്തായാലും ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ശ്രമകരമായിട്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. ആ ഇടുപ്പിക്കലെ കണ്ടാ തന്നെ അറിയാം ഇതുവരെ കുട്ടിക്ക് ഉടുപ്പ് വാങ്ങിക്കൊടുക്കാന്നല്ലാതെ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത്. ആള് അത്യാവശ്യം ഒന്ന് സഹകരിച്ചിട്ടുണ്ട് അല്ലെ? ചെറുതായിട്ടൊന്ന് മമ്മേനെ കാണാത്തതിന്റെ വിഷമമുണ്ട്. അപ്പൊ ഉടുപ്പിടിക്കൽ കഴിഞ്ഞു അല്ലെ? ഇനി ഒരുക്കണ്ടേ? ഓക്കെ. അപ്പൊ എങ്ങനെയാ എടുത്തുണ്ടാക്കണോ? ഒന്നുകൂടെ എടുത്തണോ? എന്താണ് ഇല്ലാട്ടാ. എടുത്തിട്ട് കയ്യില് വെച്ചോ. ഒരു കുത്തും കൂടി തരട്ടെ? ഒരു കുത്തും കൂടി കൊടുക്കട്ടെ? സുന്ദരിയായ ഒരു ഗേതിയായിട്ട് ഒഴികെ ബാക്കി എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. അല്ല കാണാൻ പറ്റണ കൊച്ചങ്ങനെ. കഴിഞ്ഞു. ടാറ്റ പോകണ്ടേ നമുക്ക്? ഇനി നമുക്ക് മമ്മേന്റെ കണക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പൊട്ടുകൂട് കുത്തിയിട്ട് നമുക്ക് മമ്മേനെ വിളിപ്പിക്കാം.
ആകെ മാറിപ്പോയില്ലോ. ആളാകെ മാറിപ്പോയില്ലോ. ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നിന്ന് ആനിമോളൊന്ന് കണ്ണാടി നോക്കിയാൽ ഉപ്പനൊന്ന് ഓട്ടം നോക്കും അല്ലേ? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ഒരുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതില് ഉടുപ്പിടിപ്പിച്ചു. ഉടുപ്പിടിപ്പിക്കൽ തന്നെ ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. കാരണം കൈ അവരെന്തായാലും ചെറിയ മക്കളാകുമ്പോൾ ബലം പിടിക്കും. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കൃത്യമായിട്ട് എന്നുള്ള രീതിയിലേക്ക് ഒറ്റയ്ക്ക് എന്തായാലും മാറല് ശരിക്കും പ്രയാസമാണ് അല്ലേ? അത് ശരിക്കും മനസ്സിലായല്ലോ. ഉണ്ട് സമീപ ഒറ്റയ്ക്ക് അല്ലെ? ഉമ്മയാണെന്നുണ്ടെങ്കിലും ഉമ്മച്ചിയുടെ രണ്ടുപേരും നോക്കുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായല്ലോ. ഉണ്ട്, നമ്മളൊന്നും അറിയാതെ ജിമ്മിൽ പോലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഹെൽപ്പ് കൂടെ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഉടുപ്പിടിപ്പിച്ചു, കണ്ണെഴുതി, പൊട്ടൊക്കെ കുത്തി, കവളത്തും കുത്തി, പൗഡർ ഇടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊന്നും കുറച്ച് വാശി പിടിച്ചെങ്കിലും ആള് ട്രാക്കിലായിട്ട് എനിക്ക് തോന്നുന്നു മമ്മേനെ കാണാത്തുണ്ടാവും. സാധാരണ ഇതിൽ ഉടുപ്പിടിപ്പിക്കുമ്പോൾ കാണുന്ന മുഖം മമ്മിയാണ്. ഇത് മേലോട്ട് നോക്കുമ്പോ ഇതാരത് താരെന്താ ഇവിടെ എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ എന്തായാലും ഇനി അല്ലേ ഹാനിമോളുടെ ഉമ്മനെ വിളിച്ചാലോ? ഓക്കെ, സനു വിളിക്കാം. അപ്പൊ അത് വിളിച്ചോ. സനു ഹാനിമോൾ ഓൾറെഡി അന്തം വിട്ടിട്ടുണ്ട്. ഇനി ശരിക്കും അന്തം വിടാനുള്ള ആള് വന്നിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട്? അതെ, സുന്ദരിയായിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റും. ഒറ്റയ്ക്ക് പറ്റില്ല, ഒരാളുടെ ഹെൽപ്പ് വേണത് മാത്രം. സോ എന്നാൽ എങ്ങനെയുണ്ട്? അതെ, കൊള്ളാം. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയൊക്കെ ഹെൽപ്പ് ചെയ്ത്, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെ. ഏറ്റവും ബുദ്ധിമുട്ടിയത് ഏത് സമയത്തായിരിക്കും? പറ കേക്കട്ടെ. ഏറ്റവും സമയത്ത് ഒരു കാര്യം ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആണല്ലോ അല്ലെ? ഇടിപ്പിക്കാൻ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു, പ്രത്യേകിച്ച് അല്ലെ ഇടിപ്പിച്ച് കൈയൊന്ന് കടത്താൻ വേണ്ടിട്ട്. പിന്നെ ആൾ ഓക്കെ. പിന്നെ ഇത് പെട്ടെന്ന് കണ്ടോണ്ടിരിക്കുന്ന മുഖമല്ലല്ലോ എപ്പോഴും അല്ലെ? മമ്മയുടെ മുഖം കണ്ട് മാറില്ലോ. യെസ്. അപ്പൊ എന്തായാലും കയ്യിലെടുത്തേ നോക്കട്ടെ, കൈ കൊടുത്തേ. യെസ്. നോർമലി എപ്പോഴും ഇട്ട് കണ്ടല്ലേ. ഇനി ഇവിടെ നിന്നിട്ട് ഒന്ന് നോക്കിയേ എങ്ങനെയുണ്ട്. ഓക്കെ ആണോ? എന്താ ഇടാൻ തോന്നുന്നത്? നീ ചെയ്യാൻ തോന്നുന്നത് അല്ല, പുരികം തന്നെ റിസ്ക് ആയിരുന്നു. കാരണം പുരികം ഇവിടെ വെച്ചോടിക്കുന്ന സമയത്ത് തന്നെ അവള് പറഞ്ഞപ്പോ കറക്റ്റ് ആ ലൈനിൽ പോയി. അപ്പൊ കണ്ണ് എഴുതിയിട്ടില്ല, അത് കുറച്ച് റിസ്ക് ആയിട്ടില്ല അല്ലേ? അപ്പൊ പറ കേട്ടെ, എത്ര മാർക്ക് കൊടുക്കാം ഔട്ട് ഓഫ് 10? 7. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അല്ലേ 7 കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ മാർക്കിലല്ല കാര്യം. ഈ മാർക്കുകളിൽ എന്താ മനസ്സിലായോ? ഇനി ഇവിടെ അങ്ങോട്ട് സ്ഥിരം പരിപാടിയാണ് അല്ലെ? അറ്റ്ലീസ്റ്റ് ഒരു നേരെങ്കിലും അല്ലെ മാറ്റിച്ച് ഇപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. നന്ദിയുള്ളൂ, നന്ദി. അപ്പൊ ഹലോ. യെസ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഉള്ള കേസാണ്, പ്രത്യേകിച്ച് ഉമ്മിമാരുടെ ഉള്ള പരാതികളായിരിക്കും. നിന്ന് ഉണ്ണീനെ എപ്പോഴും നോക്കണ്ടാവില്ല. ഫീഡിങ് ശരിയാണ്, നോക്കാം, അവിടെ പറ്റുള്ളൂ. പക്ഷെ അതല്ലാതെ ഇടുക്കലും ഒരുക്കലും അങ്ങനെ കുറെ കാര്യങ്ങൾ ആക്ച്വലി ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും പപ്പ ലൈഫ് തുടങ്ങുമ്പോൾ നാനിയുടെ അല്ലെ? സനൂപിയ നാനിക്ക് കൊടുത്ത പണി എന്തായാലും ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വാവനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയാണ് അല്ലെ, ഇനി ട്വിസ്റ്റ്. പണി കൊടുത്ത ആൾക്ക് പണി കിട്ടാനുള്ള സമയമാണ്, ഒരു ഫൺ സെഗ്മെന്റ് ഉള്ള സമയം കൂടിയാണ്. സോ സനൂപിയ പോയല്ലോ. ഓക്കെ. അപ്പൊ ഇനി പോണെങ്കിൽ എന്ത് ചെയ്യണം? ഹാനിനെ തിരിച്ച് ഏൽപ്പിക്കണം. ഓക്കെ, കരയാതെ നോക്കണം. അപ്പൊ എന്തായാലും നോക്കാൻ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ തിരിച്ച് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹാനിമോളുടെ ഉമ്മേനും കൊണ്ടിട്ട് നമുക്ക് അല്ലെ ഗെയിം സെഗ്മെന്റ് നടത്തിയിട്ട് വരാം. അപ്പൊ അതുവരെയ്ക്ക് ഒരു ഷോർട്ട്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൺ ഫാമിലി. അങ്ങനെ നമ്മുടെ ഗെയിം സെഗ്മെന്റ് ഉള്ള സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആളെയും കൊണ്ട് നമ്മുടെ സെഗ്മെന്റ് ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? കുറെ ബോൾസ് ഇരിക്കുന്നുണ്ട്, 2 ക്യാൻ ഇരിക്കുന്നുണ്ട്. കണക്ഷനൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. വളരെ നിസ്സാരമാണ്. ഇതിൽ നിന്നൊരു ബോൾ എടുക്കുക, ഇതിൽ വെക്കുക, കൈ തൊടാതെ താഴെ നിന്ന് ഊതണം. നമ്മുടെ ലെവൽ വെച്ച് ബോൾ ഇവിടെ എത്തിക്കണം. ഇവിടെ എത്തിയ ബോള് ബോളിലോട്ട് മാറ്റുക. ഓക്കെ, അങ്ങനെ 3 എണ്ണം ഒറ്റ മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇതും പിടിച്ച് നിൽക്കുന്നത്. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇങ്ങോട്ട് നിന്നോളൂ. സോ ടൈം ഇവിടെ തുടങ്ങുകയാണ്. സോ 3, 2, 1 ഹിയർ വി ഗോ. ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഊതിയ മാത്രം പോരാ, അപ്പുറത്തെ ക്യാനിലൂടെ എത്തിക്കണം. റെഡി? യെസ്. 15 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. ഇപ്പോഴും ഒറ്റ ബോൾ പോലെ അപ്പുറത്ത് എത്തിയിട്ടില്ല. 6 എണ്ണം നമ്മൾ എത്തിക്കാണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ട് ചാടിച്ചോ, ഒന്ന് ഫോഴ്സിൽ കുറച്ചുകൂടെ ഫോഴ്സ് ആയിട്ട് ചെയ്ത് നോക്കിയൊക്കെ. യെസ്. 30 സെക്കൻഡ്സ് കഴിഞ്ഞു. 30 സെക്കൻഡ്സ് കൂടെ നമ്മളേലുള്ളൂ.
6 പകുതിയെങ്കിലും നമ്മൾ ചെയ്ത് നമ്മുടെ കരുത്ത് തെളിയിക്കണം. പക്ഷെ 6 ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഗിഫ്റ്റ് അടിക്കാൻ പറ്റുള്ളൂ. അവസാന 15 സെക്കൻഡ്സ്. കുറച്ച് പൊക്കി വെക്കേ, താഴെ നിന്ന് മേലോട്ടേക്ക് വെക്കേ. യെസ്, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. 5 4 3 2 1. കറക്റ്റ് 1 പറഞ്ഞപ്പോ കറക്റ്റ് അല്ലേ? 1 പറഞ്ഞ സമയത്ത് കറക്റ്റ് 1 എത്തിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ എണ്ണം വന്നുള്ളൂ. നമ്മൾ 1 മിനിറ്റിൽ 3 എണ്ണമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരി ചേച്ചി 1 മിനിറ്റ് തീരുമ്പോ ഒരെണ്ണം, അടുത്ത മിനിറ്റ് തീരുമ്പോ ഒരെണ്ണം അല്ലേ? പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ഐഡിയ പിടുത്തം കിട്ടി വരുമ്പോഴേക്കും ടൈം കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ഗിഫ്റ്റ് കിട്ടില്ല, 3 എണ്ണം എത്താത്തതുകൊണ്ട്. പക്ഷെ അതിന് പകരം കുറെ അധികം ഗിഫ്റ്റ്സ് ഒക്കെ തന്ന്, പ്രത്യേകിച്ച് ഹാനിമോളെ ഹാപ്പി ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി അവരോട് വിളിച്ചാലോ? യെസ്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ റെഡിയാണ് വാങ്ങാൻ. ഹാനിമോളും അല്ലെ നാനിയും റെഡിയാണ്. സോ ഹലോ, എന്തായാലും പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എന്തായാലും ഗിഫ്റ്റ് വാങ്ങാൻ പറ്റും. ഗെയിം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എന്ത് തോന്നി? ചിരിക്കുന്ന ചിരിയിലുണ്ട് ഉത്തരവാദിത്തം. ആ, അത് മതി. അതായത് നമ്മള് ശ്രമിച്ചത് സംഭവം എത്തിക്കാന്നുള്ളതാണ് കാര്യം അല്ലേ? പക്ഷെ എണ്ണം തികഞ്ഞില്ല എന്ന് മാത്രം. സമയം കുറച്ചുകൂടി വേണമായിരുന്നു എന്ന് തോന്നി. ഓക്കെ ആയിരുന്നു. 1 മിനിറ്റിൽ ഓരോന്നാണ് കണക്ക്. തോന്നിയിരുന്നോ ട്രൈ ചെയ്യണം? പകരം ഇപ്പൊ ഹാനിമോളെ ഇങ്ങോട്ട് ഒരുക്കാൻ കൊടുത്തിട്ട് ഞാൻ ഗെയിം ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിരുന്നോ? കിട്ടി. അവിടെ ഓൾറെഡി വേറെ കരിപ്പെടുന്ന ഇങ്ങോട്ട് ചെയ്യണല്ലോ എന്നുള്ള ആലോചനയിലാണ്. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് വാങ്ങിയാലോ? എക്സ്ക്ലൂസീവ് മിസ് ആയിട്ടുണ്ട്, ജസ്റ്റ് മിസ്. പക്ഷെ അതിന് പകരം ഞങ്ങൾ കുറെ ഗിഫ്റ്റ്സ് ഒന്ന് സന്തോഷിപ്പിക്കും. യെസ്. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് റെഡിയാണ്. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബ്രാൻഡ് നൽകുന്ന ബാത്ത് വെയറിന്റെ ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. സോ ഏത് പ്രായക്കാർക്കും പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള മധുരമാണ്. സ്വീറ്റ് ഹെൽത്തി സ്വീറ്റിന്റെ ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബക്കാരുടെയും ഒക്കെ കലർപ്പില്ലാത്ത മധുരമാവട്ടെ. പ്രകൃതിയുടെ തനിമയോടെ നിങ്ങളുടെ ഓരോ ദിവസവും ധന്യമാക്കാൻ ഇതാ ഒരു സ്പെഷ്യൽ ചായ, ജന്നാസ് സ്പെഷ്യൽ ടീ. യെസ്. ഹാപ്പി? ഓക്കെ. അപ്പൊ എന്തായാലും കുറെ സമ്മാനങ്ങൾ, കുറെ വിശേഷങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രധാന വിശേഷം എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഇരിക്കുന്ന ആളാണ്. തീരെ പ്രതീക്ഷിക്കാതെ കണ്ട ഒരാൾ കൂടിയായിരുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കളർഫുൾ ആക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റ് ഹാനിമോൾക്കാണ്. അപ്പൊ എന്തായാലും അല്ലേ, സന്തോഷം. ഇത്രയും സമയം ഇതേപോലെ ഹാപ്പി ആയിട്ട് കുറെ സമ്മാനങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ ഇപ്പം തന്നെ ഡീറ്റെയിൽസ് അയച്ചോളൂ. ഞങ്ങൾ ഇതുപോലെ നിങ്ങളും തേടി വിത്തും കുറേ അധികം ഫൺ, ടാസ്ക്, എന്റർടൈൻമെന്റുമായിട്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണാം അല്ലേ? അപ്പോൾ അതുവരെയ്ക്കും ടാറ്റ കൊടുത്ത് പോയാലോ? ബൈ.